ഇറാന് നേരെ ആക്രമണം നടത്തിയാൽ അതിശക്തമായ പ്രത്യാക്രമണമാണ് നടക്കുക. ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് നേരെ ശക്തമായ തിരിച്ചടി നടത്തിയിരിക്കുകയാണ് ഇറാൻ. ബന്ദർ അബ്ബാസ് വിമാനത്താവളത്തിന്റെ പ്രാന്തപ്രദേശത്ത് വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഒരു അമേരിക്കൻ താവളത്തിൽ പുലർച്ചെ ആക്രമണം നടത്തിയതായി തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇന്ന് പുലർച്ചെ ബന്ദർ അബ്ബാസ് വിമാനത്താവളത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു സ്ഥലത്തേക്ക് അമേരിക്കൻ സൈന്യം വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്ന് ആക്രമണത്തിന്റെ പ്രഭവ കേന്ദ്രമായ അമേരിക്കൻ വ്യോമത്താവളം പുലർച്ചെ 4:50 ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയെന്ന് ഇറാനിയൻ മാധ്യമം പ്രസ്താവനയിൽ പറഞ്ഞു. എന്നിരുന്നാലും ആക്രമണത്തിന്റെ പേര് പങ്കിടുകയോ പ്രത്യേക വിശദാംശങ്ങൾ നൽകുകയോ ചെയ്തിട്ടില്ല. ഹോർമുസ് കടലിടുക്കിന് സമീപം ഇറാനിയൻ US സേനകൾ തമ്മിൽ വെടിവയ്പ് നടന്നതായി ഇറാനിയൻ മാധ്യമങ്ങൾ വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്തതിനു ശേഷമാണ് USഉം ഇറാനും തമ്മിലുള്ള ഏറ്റവും പുതിയ ആക്രമണങ്ങൾ ഉണ്ടായത്. തന്ത്രപ്രധാനമായ ജലപാത കടക്കാൻ ശ്രമിച്ച കപ്പലുകളെ തങ്ങളുടെ നാവികസേന നേരിട്ടതായി ടെഹ്റാൻ പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലൂടെ റഡാർ സംവിധാനം ഓഫാക്കി കടന്നുപോകാൻ ശ്രമിച്ച ഒരു US ടാങ്കറിന് നേരെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നാവികസേന വെടിയുതിർത്തതായി ഇറാന്റെ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം ഒരു വിവരമുള്ള സൈനിക സ്രോതസ്സിനെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു. ബന്ദർ അബ്ബാസിന് ചുറ്റുമുള്ള ചുട്ടുപൊള്ളുന്ന പ്രദേശത്ത് US സൈന്യം വെടിയുതിർത്തതായി തസ്നീം റിപ്പോർട്ട് ചെയ്തു. സ്ഫോടനങ്ങളുടെ ശബ്ദം ഈ സംഭവവുമായി ബന്ധപ്പെട്ടതാണ്. കൂടാതെ ആളുകൾക്ക് പരിക്കേൽക്കുകയോ സ്വത്ത് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയോ ചെയ്തിട്ടില്ല എന്നും വാർത്താ റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തു. മറ്റൊരു വാർത്താ റിപ്പോർട്ടിൽ ഇറാനിയൻ നാവികസേന ഹോർമുസ് കടലിടുക്ക് കടന്ന് ഇറാൻ അധികൃതരുമായി ഏകോപിപ്പിക്കാതെ ഗൾഫിലേക്ക് കടക്കാൻ ശ്രമിച്ച 4 കപ്പലുകളെ നേരിട്ടതായും വ്യക്തമാക്കുന്നു. ഇറാനിയൻ നാവികസേനയാണ് കപ്പലുകൾക്ക് ആദ്യം മുന്നറിയിപ്പ് നൽകിയതെന്ന് ഒരു സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ഏജൻസി പറഞ്ഞു. അറിയിപ്പ് അവഗണിച്ചതായി ആരോപിച്ച് കപ്പലുകൾ മുന്നറിയിപ്പ് വെടിയുതിർത്തു. അതിനാൽ അവ പിന്മാറേണ്ടി വന്നു. അതേസമയം വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ദുർബലമായ വെടിനിർത്തൽ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയും പ്രതിരോധം എന്ന നിലയിലുമാണ് ഈ നടപടിയെ വിശേഷിപ്പിച്ചതെന്ന് ഒരു US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ബുധനാഴ്ച US സൈന്യം ഇറാനിൽ മറ്റൊരു റൗണ്ട് ആക്രമണം നടത്തിയതായി CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. CBS ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം US സൈന്യം 4 ഇറാനിയൻ ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തി. തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലെ 5ാമത്തെ ഡ്രോൺ വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനെ ആക്രമിച്ചു. ഹോർമുസ് കടലിടുക്കിന് സമീപം ഡ്രോണുകൾ ഭീഷണി ഉയർത്തിയെന്നും ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഈ നടപടികൾ അളന്നു മുറിച്ചുള്ളതും പൂർണ്ണമായും പ്രതിരോധാത്മകവുമായിരുന്നു, വെടിനിർത്തൽ നിലനിർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതുമായിരുന്നു US ഉദ്യോഗസ്ഥൻ CBS ന്യൂസിനോട് പറഞ്ഞു. ഏറ്റവും പുതിയ കൈമാറ്റങ്ങൾ ഉണ്ടായിരുന്നിട്ടും US ഇറാൻ വെടിനിർത്തൽ ഇപ്പോഴും നിലനിൽക്കുന്നതായി കണക്കാക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. അതേസമയം ബുധനാഴ്ച ഇറാനുമായി അനുകൂലമായ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതിൽ ട്രംപ് പ്രതിജ്ഞാബദ്ധമായിരുന്നു. ഇടക്കാല തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് തനിക്ക് താൽപര്യമില്ലാത്തതിനാൽ താൻ അനന്തരമായി നിലനിൽക്കില്ല എന്നും മുന്നറിയിപ്പ് നൽകി. ഇറാൻ ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ കഴിയില്ല, നമ്മൾക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിനു വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹോർമുസ് കടലിടുക്കിനെ കുറിച്ച് സംസാരിക്കവേ ബന്ധം എല്ലാവർക്കും തുറന്നിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഇത് വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി തുടരുമെന്നും കൂട്ടിച്ചേർത്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.